കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ജാതി പാർക്കിലൊരന്ത്യ ജനാകിലും വേദവാദി മഹീസൂരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മുഖരേയങ്ങൊഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പൂന്താനത്തിൻ്റെ വരികൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒന്നാണ്. കാരണം ഈ വരികളിൽ പറയുന്നത് 1000 നാമങ്ങളുണ്ട്, അതിലൊന്നെങ്കിലും ചൊല്ലൂ, പരിഹസിച്ചിട്ടാണെങ്കിലും ഒന്ന് ചൊല്ലൂ, തെറ്റായിട്ടാണെങ്കിലും ഒന്ന് ചൊല്ലിപ്പോകൂ എന്നിങ്ങനെയൊക്കെ നാമം ജപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പാണ് പൂന്താനം പറഞ്ഞത് ശക്തിയോടുകൂടി ചൊല്ലരുത്, ഭക്തിയോടുകൂടി വേണം ചൊല്ലാൻ എന്ന്. അപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ വരും, അങ്ങനെ എങ്ങനെയാണ്, കുറച്ച് മുമ്പല്ലേ പറഞ്ഞത് ഭക്തിയോടുകൂടി ചൊല്ലണം, ഇപ്പോൾ പറയുന്നു പരിഹസിച്ച് ആണെങ്കിലും ഒന്ന് ചൊല്ലണം എന്ന്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, പൂന്താനം തെറ്റായി പറഞ്ഞതല്ല ഇത്, മറിച്ച് ആ പറഞ്ഞത് വളരെ സംഗതമായ കാര്യമാണ്. അതിന് കാരണം ചിലർ പറയും ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്, എനിക്ക് ജപിക്കാൻ പറ്റില്ല, ഞാൻ സ്ത്രീയാണ്, ഞാൻ ജപിക്കുന്നില്ല, ഞാൻ വേദം പഠിക്കുന്ന ആളാണ്, വേദം പഠിച്ച ആളാണ്, ഞാൻ ജപിക്കുന്നില്ല. ഇതെല്ലാം തെറ്റാണ്. എല്ലാവരും ജപിക്കണം. അന്ത്യജനായാലും ശരി, വേദപാരംഗതനായാലും ശരി, എല്ലാവരും സാധന എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ ഒരുമിച്ച് വരേണ്ടതുണ്ട്. എല്ലാവരും ജപിക്കണം. സാധനകൻ എന്ന നിലയിൽ എല്ലാവരും സാധകന്മാരാകാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. വേദം പഠിക്കുന്നതും ഉപനിഷത്ത് പഠിക്കുന്നതും ദർശനങ്ങൾ പഠിക്കുന്നതും മറ്റ് ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നതും എല്ലാം സാധകനാകുന്നതിന് വേണ്ടിയാണ്, തപസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയോ അല്ല. സാധന എന്ന് പറയുന്ന മുഖ്യമായൊരു ലക്ഷ്യത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള സാധ്യതയെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ആൾ പോലും വിട്ടുപോകരുത്, എല്ലാവരും സാധകനാകണം എന്ന കാഴ്ചപ്പാട് പൂന്താനത്തിനുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഏത് ജാതിക്കാരനോ ആകട്ടെ, നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ടയാളോ ആകട്ടെ, നിങ്ങൾ അന്ത്യജനാകട്ടെ, നിങ്ങൾ വേദപാരംഗതനാകട്ടെ, നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ടയാളുമാകട്ടെ, നിങ്ങൾ ജപിക്കണം, നിങ്ങൾ നാമം ജപിക്കണം. അക്കാര്യത്തിൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ചയരുത് എന്ന് നിർദ്ദേശിക്കുകയാണ് പൂന്താനം. അപ്പോൾ പറയുകയാണ്, രസകരമായി അദ്ദേഹം പറയുകയാണ്, 1000 നാമമുണ്ടല്ലോ, ഒന്നെങ്കിലും ജപിച്ചുകൂടെ, പരിഹസിച്ചിട്ടാണെങ്കിലും നിനക്കൊന്ന് ജപിച്ചുകൂടെ, നിനക്ക് തെറ്റായിട്ടാണെങ്കിലും ഒന്ന് ജപിച്ചു നോക്കിക്കൂടെ, എന്തുകൊണ്ട് ജപിക്കുന്നില്ല? ജപിക്കാതിരിക്കാനുള്ള തട്ടിപ്പുകളൊന്നും വേണ്ട, ജപിക്കണം, നിർബന്ധമായും ജപിക്കണം. ജപിക്കുന്നതിലൂടെയേ രക്ഷപ്പെടാൻ സാധിക്കൂ. വേദപഠനം വേണം, വേദം പഠിക്കണം, വേദം ചൊല്ലണം. നാമം ജപം എന്നതുകൊണ്ട് വേദമന്ത്ര ആലാപനമാണ് എന്ന് അർത്ഥമെടുക്കണമെന്ന് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് പൂന്താനത്തിൻ്റെ ഈ വരികൾക്ക് എന്ന് മനസ്സിലാക്കുക.